1982 അപകടം സംഭവിച്ച ആശുപത്രിയിലായ അമിതാഭ് ബച്ചന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിൽ ഒരു മെഡിക്കൽ മിറാക്കിളുണ്ട്. ആ യാത്രയിലുടനീളം കൂടെയുണ്ടായിരുന്ന ഒരു ഡോക്ടറാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശരിക്കും അപകടം പറ്റി ഒരു സീരിയസ് കണ്ടീഷനിലേക്ക് അമിതാഭ് ബച്ചൻ നീങ്ങുന്നു. അതിനുശേഷം പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞ് തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നു. ഇത് ശരിക്കും ഒരു മെഡിക്കൽ മിറാക്കിൾ തന്നെയായിരുന്നില്ലേ? അന്നത്തെ കണ്ടീഷൻസിലെ which was available at that time for treatment, it can be because another condition athra serious type of management was not possible, and his resistance, when I saw him, he was in a very bad condition, and then we had to find out what is the reason he is so sick. So that is why they decided to open up and see. വയറ്റിനകത്ത് എന്തോ ഉണ്ട്, എന്ത് പറ്റിയിട്ടുള്ളതെന്ന് നമുക്കറിയാൻ വയ്യ. ഇപ്പോഴത്തെ പോലെ അൾട്രാസൗണ്ടോ ഒരു തരത്തിലുള്ള സ്കാനിങ് ഒന്നും ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഇല്ലാത്ത കാലത്തല്ലേ. അപ്പോൾ അന്ന് ചെയ്യുന്നത് എക്സ്പ്ലോറേറ്ററി ലാപ്രോട്ടമി എന്ന് പറയുന്നത് വെച്ചാൽ വയറ് കയറി നോക്കിയിട്ട് വയറ് തുറന്ന് നോക്കിയിട്ട് അവിടെ എന്താ കണ്ടെങ്കിൽ അതിന് വേണ്ടത് അപ്പം ചെയ്യാം. അങ്ങനത്തെ ആ പ്രൊസീജിയറാണ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ വി ഡോണ്ട് നോ വാട്ട് വി ആർ ഡീലിംഗ് വിത്ത്. അപ്പോൾ അവിടെ എന്നെക്കാട്ടിലൊക്കെ സീനിയറായിട്ടുള്ള അനസ്തറ്റിസ്റ്റ് കുറേ പേര് എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അവരെല്ലാം കൂടി ഡിസൈഡ് ചെയ്തു ടു കോൾ മീ. ആൻഡ് ഞാനപ്പോൾ ആ സമയത്ത് ഐ വാസ് ഗിവിങ് അനസ്തീസിയ അനദർ ഹോസ്പിറ്റൽ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പോയിട്ട് Mariamma, can you come and manage a case? അപ്പം ഞാൻ അവിടെ നിന്ന് ഇവരൊക്കെ എന്നെ വിളിക്കുന്നത് എന്തിനാ നമ്മൾ വിചാരിക്കില്ലേ. ഇല്ല, എന്നാണ്ട് യു കം, ഹീസ് എ VIP എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു then they had sent another anesthetist to take over my case to manage. പിന്നെ അങ്ങനെ ഉടനെ തന്നെ ഞാൻ സെൻറ്റ് ഫിലോമിനസിലേക്ക് പോയി. എനിക്ക് ആരാണോ എന്താണോ കണ്ടീഷൻ എന്താണോ ഒന്നും അറിയാൻ വയ്യ. സീരിയസ് കേസാണ്. ഇഫ് ദ സീനിയേഴ്സ് ആൻഡ് ഓൾ വാണ്ട് മീ ടു മാനേജ്, ഐ തോട്ട് ഐ ഷുഡ് ഗോ. ആൻഡ് ഐ വാസ് ഹാപ്പി. ആൻഡ് I am a very bold person and take up manage things. My training was like that, in various places, and so that is what മെഡിക്കൽ മിറക്കിൾ എന്ന് പറയുകയെന്ന് വെച്ചാൽ നമ്മളെല്ലാം ചെയ്തു, അതൊക്കെ വർക്ക് ചെയ്തു. ആൻഡ് if he had stayed in Bangalore, ആ ഫെസിലിറ്റി വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പ്രയാസമാണ്. ഈ കൊണ്ടുപോകണം അവിടുന്ന് ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അത് ആരുടെ തീരുമാനമായിരുന്നു? പ്രധാനമായിട്ട് എൻ്റെ തീരുമാനമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ മരുന്നുകളൊക്കെ അന്ന് സാധാരണ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാം പിന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തിയിട്ട് അന്നത്തെ ഫ്ലൈറ്റ് സർവീസൊക്കെ ഇംഗ്ലണ്ടിൽ നിന്ന് ബോംബെ കൊണ്ടുവരും, ബോംബെ നിന്ന് മദ്രാസിൽ കൊണ്ടുവരും, മദ്രാസിൽ നിന്ന് ബാംഗ്ലൂർക്ക് കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് ആൻറ്റിബയോട്ടിക് ഒക്കെ ഇരുന്നത്. ആൻഡ് ദെൻ വിത്ത് അവർ മാനേജ്മെൻറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ like that. I have specialized in post-operative care also, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഹിസ് കണ്ടീഷൻ ഇസ് മാർജിനലി ഇംപ്രൂവിങ്, not fully, because I had prepared the ICU. അവിടെയൊന്നും ആ ഹോസ്പിറ്റലിലൊന്നും വെന്റിലേറ്റർ ഒന്നും ഇല്ല. ഞാൻ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്ന ആളായതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ സ്വന്തം വെന്റിലേറ്ററൊക്കെ വേറെ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം കൊണ്ടുവന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഐ നെവർ ഹാഡ് ടു പുട്ട് ഹിം on a ventilator. And then so otherwise everything we are just monitoring as such. 2-3 ദിവസം I had not even gone home. അവിടെ ICUയിൽ ഇത്ര സീരിയസ് കേസ് ഹാൻഡിൽ ചെയ്യുന്ന നഴ്സിംഗറൊന്നുമില്ല. അപ്പോൾ ഐ ഹാവ് ടു ബി ദെയർ ഓൾ ദ ടൈം. മൈന്യൂട്ട് ചേഞ്ചസ് നോക്കിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാനായിട്ടേ. അതൊന്നും എനിക്കറിയാൻ വയ്യ. അതൊക്കെ പുറത്ത്. എൻ്റെ വർക്ക് വാസ് ഇൻ ദ ICU where he is and managing him. ആണെങ്കിലും ആയിരക്കണക്കിന് ആരാധകർ ആശുപത്രി വളയുന്നു. അതുപോലെ തന്നെ കർണാടക ഗവർണർ ആശുപത്രിയിൽ എത്തുന്നു. ഇപ്പൊ ഭയങ്കര ഒരു സമ്മർദ്ദം ഉണ്ടായ ഒരു സമയമായിരുന്നല്ലോ. My interest is
to look after the patient. So ഞാൻ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല, ഒരാൾക്കൂട്ടത്തിലും പോയിട്ടില്ല, ആരോടും ഇപ്പം സംസാരിക്കാൻ സമയമില്ല. ബിക്കോസ് I didn't, I told you that my house was just walking distance from the hospital. I didn't even go home all those days. അപ്പോൾ കണ്ടീഷൻ അതിൻ്റെ ബ്ലഡിൻ്റെ കുറേ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് I suspected that this case is getting worse. Multi-organ failure-ലേക്ക് പോവുകയാണ്. ബ്ലീഡിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. എനി ടൈം ഹി ക്യാൻ സ്റ്റാർട്ട് ബ്ലീഡിങ് ബിക്കോസ് ഓഫ് സം പ്രോബ്ലം ഇൻ ദ ബ്ലഡ്. സോ ബ്ലഡ് ഫാക്ടേഴ്സ്, ക്ലോട്ടിങ് ഫാക്ടേഴ്സും ഒക്കെ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോഴാണ് അന്നൊക്കെ ഇവരെല്ലാം എൻ്റെ വീട്ടിൽ, എൻ്റെ ഹസ്ബൻഡ് ഹീസ് ആൻഡ് ദെൻ വീട്ടിൽ വെച്ചൊക്കെ എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഡിസ്കഷനൊക്കെ നടക്കുന്നത്. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ പിന്നെ ആരൊക്കെയാണെന്ന് അറിഞ്ഞൂടാ, വീട്ടിലാണെന്നല്ല. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത ആവശ്യം ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് വി ഷിഫ്റ്റ് ഹിം to Bombay, where at least things are available, or even if you have to take him somewhere also, it's all Bangalore alla is not the place to do. അപ്പോഴാണ് പറഞ്ഞത് എങ്ങനെയാണ് മാറ്റുന്നത്. ഞാൻ പറഞ്ഞു condition is nothing will happen during the trip. I will take him to Bombay. I will accompany him to Bombay and അത്രയും എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ റെസ്റ്റ് ഓഫ് ഇറ്റ് ഇസ് അവിടെയും വലിയ സ്പെഷ്യലിസ്റ്റ് എല്ലാവരും ഒക്കെ ഉള്ളവരല്ലേ. സോ അവരും ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അന്ന് ഈവനിങ്ങിൽ പീപ്പിൾ കെയിം ഫ്രം ബോംബെ. അവർ ആരൊക്കെയോ ഡോക്ടേഴ്സ് വന്നു കാണുകയൊക്കെ ചെയ്തു. അവരോടൊക്കെ സംസാരിച്ച് വി ഡിസ്കസ് ദ പേഷ്യൻസ് സിറ്റുവേഷൻ ആൻഡ് ഓൾ. ആൻഡ് ദെൻ ദേ വർ ഓൾസോ ഇൻവോൾവ് ഇൻ മാനേജിങ്. അവിടെ എന്താ ചെയ്തതെന്നറിയാമേ. ദേ ഡിഡ്ന്റ് ചേഞ്ച് എനിത്തിങ് വാട്ട് ഐ വാസ് ഡൂയിങ്. ആൻഡ് പിന്നെ ബോംബെയിലേക്ക് വരണമെന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വേണ്ട പ്രിപ്പറേഷനായി. ദാറ്റ് വാസ് എ ഹ്യൂജ് റിസ്ക് ഐ ഹാഡ് ടേക്കൺ, ബട്ട് ദാറ്റ് വാസ് ദ ഓൺലി ചാൻസ്. ആൻഡ് ആംബുലൻസിലും അതുപോലെ തന്നെ ഫ്ലൈറ്റിലും കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടറാണല്ലോ. അപ്പോൾ എന്തൊക്കെ അനുഭവങ്ങൾ, മറക്കാനാവാത്ത എന്തെങ്കിലും? കൈമെന്ന് പിടിവിട്ടിട്ടില്ല. ഇവിടുന്ന് ബോംബെയിൽ ചെന്ന് ബ്രൂച്ച് കാൻഡി ഹോസ്പിറ്റൽ ICUവിൽ ഐ തിങ്ക് ഡോക്ടർ ദസ്തൂർ ഐ തിങ്ക് സംബഡി ഹസ് കം ആൻഡ് ടേക്കൺ ഓവർ. അതുവരെ കൈവിട്ടിട്ടില്ല. മൈ ഹാൻഡ് വാസ് ഓൺ ഹിസ് ഹാൻഡ്. അവിടെ ഇരിക്കുമ്പോഴും മുഴുവൻ സമയം പിന്നെ പിള്ളേരിലിരിക്കുമ്പോഴും ഞങ്ങൾ വി വർ ടെല്ലിങ് ജോക്സ് ആൻഡ് ജയബാദ്രി ഓൾസോ വാസ് ദെയർ. വി വർ ജസ്റ്റ് സോർട്ട് ഓഫ് കീപ്പിംഗ് ഹിം entertained little bit. He was talking and things like that and all. എന്തൊക്കെയായിരുന്നു അന്ന് സംസാരിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണ് അമിതാഭ് ബച്ചൻ എന്നോട് പ്രതികരിച്ചിരുന്നത്? അതെനിക്കറിയാൻ പാടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഐ വാസ് സസ്പെക്ടിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ലോ ഓക്സിജൻ എന്നുവെച്ചാൽ ദ ബിഹേവിയർ പാറ്റേൺ. അപ്പോൾ ഞാൻ ഒരിക്കൽ ജയയോട് ചോദിച്ചു, വാട്ട് ഈസ് ഹിസ് നോർമൽ ബിഹേവിയർ പാറ്റേൺ. അപ്പോൾ ഷീ സെഡ് നോ, ഹീ ഈസ് നോട്ട് ജോവിയൽ ടൈപ്പ്, പിന്നെ ജോക്സ് ഒന്നും പറയുന്ന ആളല്ല, ഭയങ്കര സീരിയസ് ആളാണ്. ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് ഹി ഈസ് എ ലിറ്റിൽ ഹൈ തരത്തിലുള്ള വർത്താനം. ഇങ്ങനെ ഓൾവേസ് ഡിസ്ട്രിബ്യൂട്ടിങ് ഫിലിം റോൾസ് ടു ഹൂവർ ദ നഴ്സസ് ആൻഡ് എല്ലാവരും തരും. ഒരു വലിയ രോഗിയുടെ പോലെയല്ല, ഞാൻ വെന്റിലേറ്ററിലൊന്നും ഇട്ടിട്ടില്ല. സോ ഹി കുഡ് ടോക്ക്. സോ ഹി വാസ് ടേക്കിംഗ് ആൻഡ് ദെൻ ക്രാക്കിംഗ് ജോക്സ്. ഞാൻ അപ്പോൾ അന്ന് ബ്ലഡ് ഗ്യാസ് അനാലിസിസ്, ബ്ലഡിൽ എത്ര ഓക്സിജനൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ടുള്ള അതിൻ്റെ ഫെസിലിറ്റീസൊക്കെ ഒന്നുമില്ല അവിടെ. പക്ഷേ ഞങ്ങൾ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് അവിടെയുണ്ട്. അപ്പോൾ ദെൻ ബ്ലഡ് കളക്ട് ചെയ്യണം. അന്നത്തെ നഴ്സുമാർക്കൊന്നും ഈ ബ്ലഡ് വെസലിൻ്റെ ആർട്ടറിയിൽ നിന്നുള്ള ബ്ലഡ് എടുക്കാനായിട്ട് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ദെൻ ഈച്ച് ടൈം വെൻ വി ഹാഡ് ടു കളക്ട് സം ബ്ലഡ് ഫ്രം ആർട്ടറി, ഐ വാസ് ദ വൺ ഹൂസ് ടേക്കിംഗ് ഇറ്റ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഡ്രാക്കുള ഇസ് കമ്മിങ് എന്ന് തമാശ പോലെ പറഞ്ഞ്. അപ്പോൾ വെച്ചാൽ ഞാൻ ഐ വാസ് ടേക്കിംഗ് ഹിസ് ബ്ലഡ് ഓൾ ദ ടൈം. സംടൈംസ് ഈ കയ്യിൽ നിന്ന് മാത്രം എടുക്കാൻ പറ്റാതെ ആകുമ്പോൾ ഗ്രോയിനിൽ നിന്നും ഒക്കെ എടുക്കേണ്ടിയൊക്കെ വരുമായിരുന്നു. അങ്ങനെയൊക്കെ അത്രയേ പറഞ്ഞുള്ളൂ. എന്നിട്ട് പറഞ്ഞു ഇവർക്കെല്ലാം റോൾസൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഹി സെഡ്, ദെൻ ഐ സെഡ് വാട്ട് വിച്ച് റോൾ യു ആർ ഗോയിങ് ടു ഗിവ് മീ? ഹി സെഡ് ഐ വിൽ ഗിവ് യു എ മദേഴ്സ് റോൾ. Then I said, you are only 2 years younger to me and then you are giving me the role of your mother. അപ്പം അങ്ങനത്തെ തമാശകളൊക്കെ പറയുമായിരുന്നു. പിന്നെ ബോംബെക്ക് പോണ സമയത്ത് അത്രയധികം തമാശയായിട്ടൊന്നും പറഞ്ഞില്ല. ഐ വാസ് മേക്കിംഗ് ഹിം ടോക്ക് സംതിങ്
unimportant, so that to see that his brain is working and the heart is working like that and all. That's all we could do. ഒരു ഘട്ടത്തിൽ തിരിച്ചു വരില്ല എന്നൊരു നിലയിൽ വരെ എത്തിയല്ലോ ഇവർ. നമ്മൾ പല ഇൻ്റർവ്യൂവിലും അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കാലണക്കം കണ്ടിട്ടാണ് മനസ്സിലായത് ജയബച്ചനാണ് അത് നോട്ടീസ് ചെയ്തെന്നൊരു. അത് ഞാനുള്ളപ്പോൾ ഉണ്ടായിട്ടില്ല. പിന്നെ അത് വേണമെങ്കിൽ ബോംബെ വെച്ചിട്ട് വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ബോംബെയിൽ വൺസ് ഐ ഹാൻഡഡ് ഹിം ഓവർ ടു ബ്രിച്ച് കാൻഡി. പിന്നെ ഐ ഹാവ് നോ ഫങ്ഷൻ there, so I didn't do that. So I had a holiday actually. I think the next day his brother and his wife came and then took me around for shopping and all, and Bombay എല്ലാം കാണിക്കാനൊക്കെ ആയിട്ട്. Then I had told that I have lots of cousins there in Bombay. So anyway, my presence is not required anymore. So I disappeared from the scene. അതിനുശേഷം കുടുംബത്തിൽ ആരെങ്കിലും ജയ ബച്ചനെയോ അല്ലെങ്കിൽ അമിതാഭ് ബച്ചനെയോ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണാനായിട്ടുള്ള അവസരങ്ങളൊന്നുമില്ല. അമിതാഭ് ബച്ചൻ came to Bangalore and there was a party and I didn't go for that. That's another story, so I don't want to talk about it. Okay. And I never attempted to to see him, not because of anything like that, but he doesn't remember. One of the senior doctors in Bombay told me, he asked him, do you remember Mrs. Alexander who saved your life? So he said, yeah, people say so. I don't remember anything what happened in Bangalore. Then I thought, why should I go and see? Because even if പറയാൻ പാടില്ലെന്ന് അറിയാൻ പാടില്ല, even if he doesn't remember, Jaya cannot forget me, no? That is what I thought, because I was with her all the time practically. Jaya and his mother were there. But recently maybe after about 10 years or so, I had gone to that Rajarajeshwari temple there. That is the Swamiji, for some reason, I don't remember why. So we were being introduced to him. So before seeing that, he told me, this Swamiji is very big man, I think. So he told me, I know her. So I was wondering, well, how does he know me? Then he said, Jaya Bachchan told me she used to come here to pray for him, and he told me that Dr. Mariamma is looking after my husband. Please pray for her also. That's the first thing I heard. Then it doesn't matter. Once or twice when I was in Delhi, he was an MP there, and one minister whom I know well, he said, do you want to go and see him? And I'm a shy person, you understand. So I said, no, ഞാൻ എന്ത് പറയാനാ എന്ന് വെച്ചിട്ട് ഞാൻ വേണമെന്ന് വെച്ചിട്ട് പോകാതിരുന്നതാണ്. അങ്ങനെ ഇഫ് ഐ ഹാഡ് എൻ ഓപ്പർച്യൂണിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടേ ഉള്ളൂ. നാളെയാണ് അമിതാഭ് ബച്ചന്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ആരാധകർ ഈ റിക്കവറി ആഘോഷിക്കുന്നത് നാളെയാണ്. അവിടെ ബ്രിച്ച് കാൻഡിയിലാക്കിയിട്ട് പിറ്റേ ദിവസം അത് രണ്ടാം ദിവസം എന്നറിയില്ല, that Rakhi day. So all my cousins and all said, you go and tie the Rakhi on him. And I'm a shy person, I didn't do any of those things. Okay, once I reached Bombay, I realized he was such a big celebrity and everything like that. ലക്ഷക്കണക്കിന് വരുന്ന അമിതാഭ് ബച്ചന്റെ ആരാധകർ ഡോക്ടറോട് കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം നാളെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അമിതാഭ് ബച്ചന് ഒരു ഹാപ്പി ബർത്ത്ഡേ സർ എന്ന് വിളിക്കണോ അതെന്താ വിളിക്കണ്ടെന്ന് അറിയാൻ വയ്യ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ VJ മോൻസിക്കൊപ്പം അക്ഷയ കല്യാട്ടിൽ, മനോരമ ന്യൂസ്.